ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് നമ്മുടെ കാസർഗോഡ് സ്റ്റൈലിലുള്ള ഓട്ടുപൊളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ നാട്ടിൽ ഓട്ടുപൊളയെന്നാണ് പറയൽ, പിന്നെ ഓട്ടട അങ്ങനെയെല്ലാം പറയും. പല സ്ഥലത്ത് പല പേരാണെന്ന് തോന്നി ഇതിന്. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് പച്ചരി ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 മണിക്കൂർ നേരം സോക്ക് ചെയ്തതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളമെല്ലാം ഊറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയതും അരക്കപ്പ് ചോറും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1 കപ്പും വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും ഒരു അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കലാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് മാവ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മണ്ണിൻ്റെ ചട്ടി ഞാനിതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് 1.5 കൈയിലോളം മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ട് എടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മണ്ണിൻ്റെ ചട്ടി ആയതുകൊണ്ട് പതുക്കനെ ഇളക്കിയിട്ട് എടുക്കണം. അങ്ങനെ അതാ ഓട്ടുപൊള റെഡിയായി. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എണ്ണയൊന്നും ചേർക്കാത്തത് കൊണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഈ ഓട്ടുപൊളൻ്റെ കൂടെ നല്ല മുളകിട്ട മീൻകറിയും കൂട്ടിയിട്ട് കഴിച്ചു നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നോൺ വെജിൻ്റെ കൂടെയും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.